ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടി അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം എത്രത്തോളം ദയയുള്ളവനാണെന്ന് നാം ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ തീർന്നു പോയിട്ടില്ല. അത് പുതിയ പുതിയ അനുഭവങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദയയുടെയും വലിയ പ്രദർശനമാണ് കാൽവരി കുരിശിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. സ്തോത്രം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും അത് ഏറ്റെടുത്ത് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവമക്കൾക്കോ അത് ദൈവശക്തിയുമാകുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ ക്രൂശിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടുകാലം മുതലേ യഹൂദന്മാരുടെ ഒരു ശിക്ഷാരീതിയായിരുന്നു 2 മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഒരു ക്രൂശിൻ്റെ രൂപത്തിൽ ആക്കി കുറ്റം ചെയ്യുന്നവനെ പരസ്യമായിട്ട് ആണിയടിച്ച് കൊല്ലുക എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു ശിക്ഷാരീതി അവർ ആവർത്തിച്ച് വന്നതിൻ്റെ കാരണം അത് കാണുന്നവർക്ക് ഭയമുണ്ടാകണം. ആരും മേലിൽ ധൈര്യത്തോടെ അങ്ങനെ തെറ്റുകൾ ചെയ്യുവാൻ പാടില്ല. അത് കാണുമ്പോൾ ഭയമുണ്ടാകണം. കാരണം പരസ്യമായിട്ടാണ് ഒരാളിനെ ക്രൂശിൽ തൂക്കിക്കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ യേശുവിനെയും അങ്ങനെ പരസ്യമായി ക്രൂശിൽ തൂക്കി അപമാനിക്കാനാണ് യഹൂദന്മാർ തീരുമാനിച്ചത്, റോമൻ സാമ്രാജ്യം തീരുമാനിച്ചത്. പക്ഷേ അന്നുവരെ ക്രൂശിൽ തൂക്കപ്പെട്ടവരെല്ലാം ശപിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണം മൂലം ആ ശാപം മാറി മനുഷ്യർക്ക് ആ ക്രൂശ് രക്ഷയുടെ പ്രതീകമായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. അന്നുവരെ ക്രൂശിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എല്ലാവരും പറഞ്ഞു വന്നിരുന്നു. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്നാൽ യേശുവിനെ ക്രൂശിൽ തൂക്കി അങ്ങനെ അപമാനിക്കാമെന്ന് വിചാരിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിനും യഹൂദ നേതൃത്വത്തിനും അബദ്ധം പറ്റി. സ്തോത്രം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. സകല മനുഷ്യരുടെയും ശാപം പേറി, പാപങ്ങൾ പേറി യേശുവിതാ ഗോൽഗോഥയിൽ കാൽവരി കുരിശിൽ മരിക്കുവാനിടയായി തീർന്നു. യേശു ആ ക്രൂശിൽ മരിക്കുവാനിടയായത് വഴിയായി അതുവരെ ഉണ്ടായിരുന്ന സകല മനുഷ്യരുടെയും ശാപം അവിടെ കൊണ്ട് അവസാനിക്കുവാനിടയായി. അതുകൊണ്ടാണ് ആ ക്രൂശ് മുഖാന്തരം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്
രക്ഷയ്ക്ക് അത് കാരണമായി തീരുന്നത്. അതുവരെ അങ്ങനെ ഒരു രക്ഷാകരമായ പദ്ധതി ഉണ്ടായിരുന്നില്ല. ആരെയെങ്കിലും കുറ്റം ചെയ്തവരെ ക്രൂശിൽ തൂക്കി ഇട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെ അപമാനിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് കടന്നു പോകും എന്നതായിരുന്നു രീതിയെങ്കിൽ, യേശുവിനെ ക്രൂശിൽ തൂക്കി അങ്ങനെ എല്ലാവരും അപമാനിച്ചുവെങ്കിലും യേശുവിനെ അങ്ങനെ ലോകത്തിന് വിട്ടുകൊടുക്കുവാൻ ദൈവം തയ്യാറല്ലായിരുന്നു. യേശു ക്രൂശിൽ തൂങ്ങിയത് സകല മനുഷ്യരുടെയും സകല ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണെന്ന് അന്ന് ലോകത്തിന് മനസ്സിലായില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നതുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. ആ ക്രൂശ് മുഖാന്തരം മുഴു ലോകത്തിനും രക്ഷയുടെ ഒരു വഴി, പുതിയ പദ്ധതി ദൈവം ഒരുക്കിക്കൊടുത്തു. സ്തോത്രം. ഈ യേശു ഈ ക്രൂശിന്മേൽ തൂങ്ങിയത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ തൂങ്ങേണ്ട സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു, അല്ലെങ്കിൽ ക്രൂശിന്മേൽ തൂങ്ങി എന്നോർത്ത് നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. അത് 100% സത്യമാണ്. അപ്പൊ അന്ന് വരെ ഈ ക്രൂശ് ശാപമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ആ ക്രൂശിൽ തൂങ്ങിയതോടുകൂടി മരിച്ചതോടുകൂടി അത് നമുക്ക് രക്ഷയ്ക്കുള്ള കാരണമായി തീർന്നു. ആ ക്രൂശ് മുഖാന്തരമാണ് രക്ഷയുടെ വചനം പിന്നെ പ്രസംഗിക്കപ്പെട്ടത്. സ്തോത്രം. യേശുക്രിസ്തു എന്തിനു മരിച്ചു, യേശുക്രിസ്തുവിനെ ദൈവം എന്തിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു തുടങ്ങിയുള്ള പ്രസംഗങ്ങൾ അത് മനുഷ്യന് രക്ഷയ്ക്ക് കാരണമായി തീരുവാനിടയായി തീർന്നു. വെറുതെ ഒരു കുറ്റക്കാരനെ പോലെ യേശു മരിക്കുകയല്ലായിരുന്നു. പാപികളായ സകല മാനവജാതിക്കും വേണ്ടിയാണ് യേശുവിടെ ക്രൂശിൽ മരിച്ചത്. ആ തിരിച്ചറിവ് ലോകത്തിന് ലഭിച്ചു. ആ തിരിച്ചറിവ് അംഗീകരിച്ചവർക്ക് അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായി തോന്നും. അതെ, ഈ വചനമൊന്നും എനിക്ക് വേണ്ട, എനിക്കതുകൊണ്ടൊരു പ്രയോജനവുമില്ല, ഞാനിത് അംഗീകരിക്കാനും പോകുന്നില്ല. ഇത് ആരുടെയൊക്കെയോ മനസ്സിൽ ഉദിച്ചു വന്ന ചിന്താഗതികളോ അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ ആണെന്ന് ചിലർ ചിന്തിക്കുമ്പോൾ അവർ ഭോഷന്മാരാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്തോത്രം. കാരണം അവരങ്ങനെ ഭോഷത്വമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അവസാനം നാശമാണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്തോത്രം. നശിച്ചു പോകുന്നവർക്കാണ് യേശുവിൻ്റെ വചനം അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം, സുവിശേഷം ഭോഷത്വമായി തോന്നുന്നത്. സ്തോത്രം. എന്നാൽ അത് വിശ്വസിക്കുന്നവർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ മരണം അത് എനിക്ക് വേണ്ടിയായിരുന്നു, യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, ആ സ്ഥാനത്ത് ഞാനാണ് മരിക്കേണ്ടിയിരുന്നത്. എന്നാൽ എനിക്ക് വേണ്ടി യേശു മരിച്ചതുകൊണ്ട് എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആ കാൽവരി ക്രൂശിൽ കൂടി ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. തൻ്റെ പുത്രനായ യേശുവിനെ കാൽവരിയിൽ എനിക്ക് വേണ്ടി ക്രൂശിൽ തൂക്കി കൊന്നത് സ്തോത്രം എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അതെനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും. അപ്പോൾ ഈ ക്രൂശ് മരണവും ഈ ക്രൂശും ഈ സുവിശേഷവും എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നുവെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ഈ വചനം അനുഗ്രഹത്തിനും വിടുതലിനും രക്ഷയ്ക്കും കാരണമായി തീരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തത്വജ്ഞാനം കൊണ്ടൊന്നും നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ടും ഒന്നും ആർക്കും ദൈവത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. ഒരു ബുദ്ധിമാന്മാർക്കും
ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് തിരുവചനം അടിവരയിട്ട് പറയുന്നു. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ദൈവം വിഭാവന ചെയ്ത ഒരു പദ്ധതിയല്ല, സകല ലോകത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ പദ്ധതിയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇതനുസരിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് അത് കൊണ്ട് ധാരാളം പ്രയോജനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, നിത്യമായ നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. രണ്ടാമത്, നിത്യജീവൻ ലഭിക്കും. എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ഒരു ജീവിതം, അനന്തകാലം. അത് എത്രയെന്ന് ഒരു മനുഷ്യനും അറിയത്തില്ല. സ്തോത്രം. പിന്നെ മരണമില്ല. പിന്നെ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുക. ഇതിനേക്കാൾ ഭാഗ്യകരമായ വേറൊരവസ്ഥ, ഒരവസരം വേറെ എന്താണുള്ളത്? സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളെ, അപ്പോൾ ക്രൂശിൻ്റെ വചനം ചിലർക്ക് ഭോഷത്വമായി തോന്നിക്കോട്ടെ, എന്നാൽ ഇന്ന് ഞാൻ ഈ ക്രൂശിൻ്റെ വചനം ഏറ്റെടുക്കുകയാണ്, അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരത് അംഗീകരിക്കുന്നുവോ അവർക്കത് നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും. ഈ വചനം അനുസരിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായിത്തീരുന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.